നമസ്കാരം സുഹൃത്തുക്കളെ, ഫനാസാണ്. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്തെല്ലാം രേഖകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം ടൈറ്റിൽ ഡീഡ്, ആധാരം. വസ്തുവിനെ കുറിച്ചുള്ള പ്രധാന രേഖകളെല്ലാം അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആധാരം. പോയിന്റ് നമ്പർ 2, അടിയാധാരം. എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി നിലവിലെ വ്യക്തിക്ക് എത്തിച്ചേർന്നത് എന്നറിയുന്ന ഒരു ഡോക്യുമെൻ്റാണ് അടിയാധാരം. അടിയാധാരത്തിൻ്റെ പകർപ്പുകൾ നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട്. കാരണം ഭാവിയിൽ ലോണോ കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ഈ ഡോക്യുമെൻ്റുകളെല്ലാം അത്യാവശ്യമാണ്. പോയിന്റ് നമ്പർ 3, ലാൻഡ് ടാക്സ് അതല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ്. വസ്തുവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാക്സ് റിസീറ്റ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വസ്തുവിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ടാക്സും നമുക്ക് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പോയിന്റ് നമ്പർ 5, പൊസഷൻ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണിത്. പോയിന്റ് നമ്പർ 4, കുടിക്കിട അതല്ലെങ്കിൽ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്. വസ്തുവിൻ്റെ നിയമപരമായും അതല്ലെങ്കിൽ സാമ്പത്തികപരമായുമുള്ള ബാധ്യതകളെ തിരിച്ചറിയാവുന്ന സർട്ടിഫിക്കറ്റാണ്. 6, ലൊക്കേഷൻ സ്കെച്ച് അഥവാ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്. വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി തരുന്ന രേഖയാണ്. പോയിന്റ് നമ്പർ 7, ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. വസ്തുവിൻ്റെ ഉടമസ്ഥൻ മരണപ്പെടുകയാണെങ്കിൽ അനന്തരാവകാശികൾക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കാനുള്ള അവകാശം ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണിത്. നിലവിൽ എത്ര പേരാണ് അവകാശികൾ ഉള്ളത്, എല്ലാവരുടെയും ഒപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വീകരിക്കാൻ സാധിക്കൂ. നമ്പർ 8, NOC ഫ്രം എയർപോർട്ട് അതോറിറ്റി. നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി എയർപോർട്ടിൽ നിന്നും 2.5 കിലോമീറ്റർ താഴെ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് NOC സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. പോയിന്റ് നമ്പർ 9, NOC ഫ്രം റെയിൽവേ അതോറിറ്റി. നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി റെയിൽവേ ബൗണ്ടറിയിൽ നിന്നും 30 മീറ്റർ ഉള്ളിലാണെങ്കിൽ തീർച്ചയായും റെയിൽവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും NOC പേപ്പർ നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. പോയിന്റ് നമ്പർ 10, BTR. ആധാരത്തിൽ അതല്ലെങ്കിൽ ടാക്സ് റിസീറ്റിൽ പുരയിടമായിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ BTRൽ അത് വയലായിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ വീടൊന്നും പണിയാൻ സാധ്യമല്ല. പോയിന്റ് നമ്പർ 11, റൈറ്റ് ഓഫ് റെക്കോർഡ്സ് ROR. ആധാരത്തിൻ്റെ പേരും അതുപോലെ തന്നെ ടാക്സ് റിസീറ്റിൻ്റെ പേരും പട്ടാധാരത്തിൻ്റെ പേരും ഒരാളായാൽ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ.